എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെയും നമ്മുടെ വീഡിയോ നല്ലൊരു മീൻകറിയാണ്. ഈ ഒരു മീൻകറി ഞാൻ ഒരു പ്രത്യേക രീതിയിലാണ് പാചകം ചെയ്തെടുക്കുന്നതും ഉണ്ടാക്കിയെടുക്കാനും വളരെ എളുപ്പമാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇനിയിപ്പോൾ ആദ്യമായിട്ട് പാചകം ചെയ്യുന്ന ആളുകൾക്ക് വരെ ഇത് ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും. നല്ലൊരു മീൻകറി തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്നും അതിനേക്ക് വേണ്ടുന്ന ചാറിന്റെ അളവ് എങ്ങനെയാണെന്നും അതിന്റെ അരപ്പ് എങ്ങനെയാണ് മുരിഞ്ഞു വരേണ്ടതെന്നും ഒക്കെ നല്ല കൃത്യമായിട്ട് തന്നെ നമ്മുടെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അടുത്ത തവണ നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ മീൻകറിയൊക്കെ തയ്യാറാക്കുമ്പോൾ നാളികേരമൊന്നുമില്ലാത്ത സമയത്ത് ഇതുപോലൊരു മീൻകറി നിങ്ങൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം കേട്ടോ. തയ്യാറാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ കറിയുടെ സ്വാദ് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്ന കാര്യം മറക്കരുത്. അതുപോലെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ തരാനും മറക്കരുത്. നിങ്ങൾ ഓരോരുത്തരും എനിക്ക് തരുന്ന സപ്പോർട്ടാണ് നമ്മുടെ വീഡിയോ മറ്റുള്ള കൂട്ടുകാരിലേക്ക് എത്തപ്പെടുന്നതും. അപ്പോൾ നമുക്കുടൻ തന്നെ നമ്മുടെ വീഡിയോ കാണാൻ പോകാം. ഇന്ന് നമുക്ക് വളരെ രുചികരമായിട്ട് നല്ലൊരു അയലക്കറി തയ്യാറാക്കാം. അതിനായിട്ടൊരു 10 അയലയാണ് വെട്ടിക്കഴുകി വൃത്തിയാക്കി ഇവിടെ വെച്ചിട്ടുള്ളതും. ഇനി നമുക്ക് അയലക്കറിയുടെ പാചകം തുടങ്ങാം. ഇതിനായിട്ട് ഞാനിവിടെ മീൻ ആവശ്യമായ കൊടംപുളി ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. കറിക്ക് ആവശ്യമായ ഉപ്പ് കൂടെ നമുക്കിതിലേക്ക് ചേർക്കാം. ഒരു നുള്ളു വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി പുളിയൊന്ന് നല്ല പോലെ ഒന്ന് വെട്ടി തിളച്ച് വരട്ടെ. വെള്ളം തിളച്ചു വരുന്ന സമയം കൊണ്ട് ഒരു 15 കൊച്ചുള്ളിയും ഇതുപോലൊരു കഷ്ണം ഇഞ്ചിയും 3 പച്ചമുളകും ഒന്ന് കട്ട് ചെയ്ത് വെക്കാം. അങ്ങനെ നമ്മുടെ പുളിവെള്ളം നല്ലപോലെ വെട്ടി തിളച്ചുകൊണ്ടിരിക്കുവാണ്. ഇനി നമുക്കിതൊന്ന് അടുപ്പിൽ നിന്ന് മാറ്റിയതിന് ശേഷം കറി തയ്യാറാക്കാനുള്ള മൺചട്ടി അടുപ്പിലേക്ക് വെച്ചു കൊടുക്കാം. ഇനി മീൻകറി തയ്യാറാക്കാനുള്ള മൺചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. നമ്മുടെ ചട്ടി ഒന്ന് ചൂടായി വരട്ടെ. അങ്ങനെ നമ്മുടെ ചട്ടി ഇപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് ഇപ്പോൾ പൊട്ടി തുടങ്ങുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉലുവ കൂടെ ചേർക്കാം. ഉലുവയും കടുകും ഇപ്പോൾ നല്ല പോലെ പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം. ഇനി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി ചേർക്കാം. ഇഞ്ചി ചേർത്ത് നല്ല പോലെ ഒന്ന് മുരിയിച്ചെടുക്കാം. ഇഞ്ചി ഇപ്പോൾ ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കൊച്ചുള്ളിയും പച്ചമുളക് കൂടെ ചേർക്കുവാണ്. ഇനി ഇതെല്ലാം കൂട്ടിച്ചേർത്ത് നല്ല പോലെ ഒന്ന് മുരിയിച്ചെടുക്കാം. ഉള്ളി നന്നായിട്ടൊന്ന് വഴണ്ട് കിട്ടണം. അതുവരെയാണ് നമുക്ക് വഴറ്റിയെടുക്കേണ്ടത്. ഉള്ളിയൊക്കെ നല്ലപോലെ ഒന്ന് വഴണ്ട് വരുന്ന സമയത്ത് നമുക്ക് ഒരു 3 തക്കാളി കറിയിലേക്ക് അരച്ച് ചേർക്കേണ്ടതാണ്. നേരത്തെ തന്നെ നമുക്ക് അരച്ച് വെക്കേണ്ട ഒരു ആവശ്യവുമില്ല. ഉള്ളി മുരിഞ്ഞു വരുന്ന സമയം കൊണ്ട് കറിക്ക് ആവശ്യമായ പൊടികൾ ഒന്നെടുത്ത് വെക്കാം. അങ്ങനെ നമ്മുടെ മസാലകളൊക്കെ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. 3 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ അളവിൽ കുരുമുളക് പൊടി, അതുപോലെ 1/2 സ്പൂൺ അളവിൽ എരിവെള്ള മുളക് പൊടി, 1 നുള്ള് മഞ്ഞൾപ്പൊടി. ഇത്രയും കാര്യങ്ങളാണ് എടുത്തു വെച്ചിട്ടുള്ളത്. നമ്മൾ ഇന്നിവിടെ എടുത്തിട്ടുള്ളത് 10 അയലയാണ്. വഴറ്റുന്ന ഉള്ളി ഇതുപോലെ ഒന്ന് ആയി വന്നിട്ടുണ്ട്. നമുക്ക് ഇത്രയും ആയാൽ പോരാ, നല്ലവണ്ണം തന്നെ ഒന്ന് മുരിഞ്ഞു കിട്ടണം. അതുവരെയാണ് നമുക്ക് വഴറ്റിയെടുക്കേണ്ടത്. അങ്ങനെ നമ്മുടെ കൊച്ചുള്ളി നല്ല പോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു പാകമായാൽ പിന്നെ നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം. പൊടികൾ ചേർത്ത് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ചട്ടിയുടെ ചൂടിൽ നല്ല പോലെ തന്നെ ഇളക്കി കൊടുക്കണം. ഒരു സമയത്ത് ഫ്ലെയിം സിമ്മിൽ വെച്ച് വേണം ചെയ്തെടുക്കാനായിട്ടും. പൊടികളൊക്കെ നല്ല പോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവമായാൽ പിന്നെ നമുക്കിതിലേക്ക് 1 നുള്ള് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വീണ്ടും പൊടികളും വെള്ളവും കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒന്നുകൂടെ മൊരിയിച്ചെടുക്കാം. ഇങ്ങനെ ചെയ്തെടുക്കുവാണെങ്കിൽ നമ്മുടെ പൊടികൾ കരിയാതെ തന്നെ നമുക്ക് നല്ല പോലെ വഴറ്റിയെടുക്കാൻ പറ്റുന്നതാണ്. വീണ്ടും നല്ല പോലെ തന്നെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. പൊടികൾ നല്ലതുപോലെ മൂത്ത് ഇതിലുണ്ടായിരുന്ന എണ്ണയൊന്ന് തെളിഞ്ഞു വരണം. അതുവരെയാണ് നമുക്കിതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കേണ്ടത്. അങ്ങനെ നമ്മുടെ പൊടികളൊക്കെ ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു പാകമായാൽ പിന്നെ നമുക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന തക്കാളി മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ച് ചേർക്കാം. തക്കാളി അരച്ചത് ഒഴിച്ചു കൊടുക്കുവാണ്. വീണ്ടും ഇതെല്ലാം കൂട്ടിച്ചേർത്ത് നല്ല പോലെ ഒന്ന് ഇളക്കി മുരിയിച്ചെടുക്കാം. തക്കാളി നല്ലതുപോലെ മുരിഞ്ഞു കിട്ടണം. അതുപോലെ നമ്മുടെ അരപ്പിന്റെ പച്ച ചുവയൊക്കെ ഒന്ന് മാറി കിട്ടണം. അതുവരെയാണ് നമുക്ക് ഇളക്കി അരപ്പ് മുരിയിച്ചെടുക്കേണ്ടത്. തക്കാളി ഒന്ന് വഴണ്ട് കിട്ടാനായിട്ട് നമുക്ക് ഒരു 10 മിനിറ്റ് സമയം ആവശ്യമാണ്. അതിനായിട്ട് ചെറിയ തീയിൽ വെച്ച് കൊടുത്ത് വേണം നമുക്കിതുപോലെ ഒന്ന് വഴറ്റി മുരിയിച്ചെടുക്കാനായിട്ടും. കറികളിലേക്ക് ചേർക്കുന്ന മസാലകൾ നല്ലവണ്ണം മുരിഞ്ഞു പാകായാലാണ് നമ്മുടെ കറികൾക്കും നല്ല സ്വാദൊക്കെ ഉണ്ടാവുന്നതും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാലോ നമ്മുടെ അരപ്പ് അരികിൽ നിന്നെല്ലാം വിട്ട് നടുഭാഗത്തേക്ക് ഇതുപോലെ ഒന്ന് ഉരുണ്ട് വന്നിട്ടുള്ളത്.
നടുക്കൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ല. ഈ ഒരു സമയത്ത് ഈ ഒരു പരുവമാണ് നമുക്ക് ആക്കിയെടുക്കേണ്ടത്. ഈ ഒരു പരുവമായാൽ പിന്നെ നമുക്കിതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. പുളിവെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അരപ്പും പുളിവെള്ളവും കൂടി ചേർത്ത് ഒന്നുകൂടെ ഇളക്കി കൊടുക്കണം. അരപ്പിലെ കട്ടകളെല്ലാം ഉടഞ്ഞ് നല്ല പോലെ ഒന്ന് പാകമായി കിട്ടണം. ഗ്രേവി നല്ല കട്ടിയായിട്ടാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. മീനില് അരപ്പ് പൊതിഞ്ഞിരിക്കുന്ന ഒരു പാകമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളതും. ഇപ്പോൾ കണ്ടല്ലോ, നല്ല കട്ടിയായിട്ടുള്ള ഒരു ഗ്രേവിയാണ്. ഈ ഒരു സമയത്ത് നമ്മുടെ കറിക്ക് ആവശ്യമായ ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കാവുന്നതാണ്. നമ്മുടെ കറിയുടെ അരപ്പിന് കുറച്ച് ഉപ്പ് പോരായ്മയുണ്ട്, അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്നുകൂടെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുവാണ്. ഈ ഒരു പുളിവെള്ളം നമ്മൾ തിളപ്പിച്ചെടുക്കുമ്പോൾ അധികം വെള്ളം ഒഴിച്ച് തിളപ്പിച്ചെടുക്കരുത്. കാരണം നമുക്ക് അധികമൊന്നും തിളപ്പിച്ച് വറ്റിച്ചെടുക്കേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല. നല്ല കുറുകിയ പാകത്തിൽ തന്നെ നമ്മുടെ കറി ആയി കിട്ടും. അരപ്പൊക്കെ നല്ലതുപോലെ വറ്റി കുറുകിയ പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മീൻ കഷ്ണങ്ങൾ പെറുക്കിയിട്ട് കൊടുക്കാം. മീൻ ചേർത്ത് കറിയൊന്ന് തിളച്ച് വരുമ്പോഴേക്കും കറിയിൽ കുറച്ചുകൂടെയൊക്കെ വെള്ളം വരാനൊക്കെ സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ കറി തയ്യാറാക്കി എടുക്കുമ്പോൾ മുഴുവനായിട്ടും ഗ്രേവിയൊക്കെ വറ്റി കുറുകിയ പാകത്തിലാണ് നമ്മൾ മീൻ കഷ്ണങ്ങൾ ചേർക്കേണ്ടതും. അങ്ങനെ മീൻ കഷ്ണങ്ങൾ മുഴുവനും തന്നെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കറിച്ചട്ടി ഇതുപോലെ ഒന്ന് തുണി പിടിച്ചതിന് ശേഷം ഒന്ന് ചുറ്റിച്ചൂടെ കൊടുക്കാം. ഇല്ലെങ്കിൽ കഷ്ണങ്ങൾ പെട്ടെന്ന് പൊടിഞ്ഞു പോവാൻ സാധ്യത കൂടുതലാണ്. ചാറിലേക്ക് മുങ്ങിയിരിക്കാത്ത മീനെ നമുക്ക് ഇതുപോലെ ഒന്ന് ചാറിലേക്ക് മുക്കിയും കൂടെ കൊടുക്കാം. നമ്മുടെ കറിയിലേക്ക് മീനെല്ലാം മുക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മൂടി വെച്ച് വേണം വേവിച്ചെടുക്കാനായിട്ട്. കറി ഒന്ന് മൂടി വെച്ച് കൊടുക്കുവാണ്. ഇനി ചെറിയ തീയിലിരുന്നു കൊണ്ട് ഒന്ന് നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ. 1 മിനിറ്റ് നേരം ഞാനിവിടെ മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ മൂടി ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. ഇപ്പോഴും കറി നല്ലപോലെ തിളച്ചുകൊണ്ടിരിക്കുവാണ്. ഒന്നുകൂടെ നമുക്ക് ചട്ടി പിടിച്ചൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ മീൻ കഷ്ണങ്ങൾ അടിയിൽ പിടിക്കാനൊക്കെ സാധ്യത കൂടുതലാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാലോ, ഇതിൽ അത്യാവശ്യം ചാറൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ അധികമൊന്നും ചാറ് വെച്ചിട്ടുണ്ടായിരുന്നില്ല. നല്ല കുറുകിയ പാകത്തിലായിരുന്നു നമ്മുടെ കറിയുടെ ആയിരുന്നത്. ഒന്നുകൂടെ മൂടി വെച്ച് തന്നെ കൊടുക്കാം. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ മീൻകറി ഇതുപോലെ ഒന്നായി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവമായാൽ പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് ഉലുവപ്പൊടി ചേർക്കാം. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി വേണ്ടത് കുറച്ച് പച്ച വെളിച്ചെണ്ണയാണ്. ഇനി ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം ചട്ടി പെട്ടെന്ന് തന്നെ മൂടി വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ വളരെ രുചികരമായിട്ടുള്ള നല്ലൊരു അയല മീൻകറി ഇവിടെ റെഡിയാണ്. ഇതുപോലൊരു മുളകിട്ട മീൻകറി നിങ്ങൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം. നല്ല സ്വാദാണ്. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ചോറിന്റെയും പുട്ടിന്റെയും അതുപോലെ തന്നെ കപ്പയുടെയും ഒപ്പം കഴിക്കാനായിട്ട് സൂപ്പർ ടേസ്റ്റുള്ള നല്ലൊരു മീൻകറിയാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കണം. തയ്യാറാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ കറിയുടെ സ്വാദ് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്ന കാര്യം മറന്നു പോകരുത്. അതുപോലെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ്സ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് ഒക്കെ ആയിട്ട് ഞാൻ നാളെ ഓടിയെത്തുന്നതാണ്. അതുവരെയും സ്നേഹത്തിന്റെ ഭാഷയിൽ വീണ്ടും കാണാം.